ഹായ്, ഏവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സുകളിൽ നാം കാണുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ്. എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങളുണ്ട്. മലയാളത്തിൽ ഉദാഹരണമായി ഞങ്ങളെ സഹായിച്ചു, അവനെ സഹായിച്ചു, അവനെ കണ്ടു, അവരെ പഠിപ്പിച്ചു, ഇങ്ങനെ പറയുന്ന വാചകങ്ങളെല്ലാം പാസീവാണ്. മറ്റൊന്ന്, മലയാളത്തിന്റെ ഒരു പ്രത്യേകത, ചില വാക്കുകൾ നമുക്ക് രണ്ട് രീതിയിൽ പാസീവായിട്ട് ഒരേ അർത്ഥത്തിൽ പറയാൻ പറ്റും. ഉദാഹരണം, അവനെ ശിക്ഷിച്ചു, അവൻ ശിക്ഷിക്കപ്പെട്ടു, അവനെ ശിക്ഷിച്ചു, അവൻ ശിക്ഷിക്കപ്പെട്ടു. രണ്ട് വാചകങ്ങളുടെ അർത്ഥം ഒന്ന് തന്നെയാണ്. എന്നാൽ നമ്മൾ കൂടുതലും പറയുന്നത് അവനെ രക്ഷിച്ചു, അവനെ ശിക്ഷിച്ചു, അവനെ കൊണ്ടുവന്നു, അവനെ കണ്ടു, അവനെ സഹായിച്ചു, ഈ രീതിയിലാണ് നമ്മൾ പാസീവ് മലയാളത്തിൽ കൂടുതലും പറയുക. നേരത്തെ പറഞ്ഞതുപോലുള്ള കുറച്ച് വെർബ്സ് ആ രീതിയിൽ പറയാൻ പറ്റും. മറ്റൊരു കാര്യം, എല്ലാ വെർബ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ഉദാഹരണമായി, അവർ നിന്നു, അവരെ നിന്നു എന്ന് നമ്മൾ പറയില്ല. അവർ സഹായിച്ചു, അവരെ സഹായിച്ചു, അത് നമുക്ക് പറയാം, അത് പാസീവാ. എന്നാൽ അവർ നിന്നു, അവരെ നിന്നു എന്ന് നമ്മൾ പറയില്ല. അങ്ങനെ എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഇത് തന്നെ ഇംഗ്ലീഷിലും എല്ലാ വെർബ്സിനും പാസീവ് ഇല്ല. ഈ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. പാസീവ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഈ ക്ലാസ്സിൽ നാം കാണുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട. അതിന്റെ പാസീവ് പാസീവ് വാചകമാണ്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ എഴുതാറുണ്ട്, അവർ എഴുതാറുണ്ട്, ആ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പാസീവ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ചൂസ്, ചോസ്, ചോസൺ ആ വെർബാണ് എടുത്തിട്ടുള്ളത്. പാസീവ് വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ്, അതിന്റെ കൂടെ വെർബ് ബിയുടെ പ്രസന്റ് ഫോമിലെ രൂപങ്ങളായ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ. ആം ഐക്ക് വേണ്ടിയാണ്, ഈസ് സിംഗുലറിന് വേണ്ടി, ആർ പ്ലൂറലിന് വേണ്ടി. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം വയ്ക്കും. നമ്മളിപ്പോൾ പ്ലൂറലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 3 വാചകങ്ങൾ കാണുകയുണ്ടായി. അവരെ തിരഞ്ഞെടുക്കാറുണ്ട്, they are chosen. അതിന്റെ ചോദ്യം, are they chosen? അവരെ തിരഞ്ഞെടുക്കാറുണ്ടോ? നെഗറ്റീവ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, they aren't chosen. അവരെ തിരഞ്ഞെടുക്കാറില്ല. ഇന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. എളുപ്പമാണ്. ആണ്ട് എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടാല് ചോദ്യമായി എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. aren't they chosen? aren't they chosen? അവരെ തിരഞ്ഞെടുക്കാറില്ലേ? aren't they chosen? അവരെ തിരഞ്ഞെടുക്കാറില്ലേ? ഇവിടെ വി, യു, ഇതെല്ലാം പ്ലൂറലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആറ് ഉപയോഗിക്കുക. ഇത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ആൺ ബി ചോസൺ, ആൺ ബി ചോസൺ. ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ തിരഞ്ഞെടുക്കാറില്ലേ? നേരത്തെ കണ്ടത് ഡോൺ വി ചൂസ്, ഡോൺ വി ചൂസ്. നമ്മൾ തിരഞ്ഞെടുക്കാറില്ലേ? ആൺ വി സെൻഡ്, നമ്മളെ അയക്കാറില്ലേ? പഴയത് ഡോൺ വി സെൻഡ്, ഡോൺ വി സെൻഡ്. നമ്മൾ അയക്കാറില്ലേ? ആൺ വി ഹെൽപ്, നമ്മളെ സഹായിക്കാറില്ലേ? പഴയത് ഡോൺ വി ഹെൽപ്, ഡോൺ വി ഹെൽപ്. നമ്മൾ സഹായിക്കാറില്ലേ? ആൺ വി ടോട്ട്, നമ്മളെ പഠിപ്പിക്കാറില്ലേ? പഴയത് ഡോൺ വി ടീച്ച്, ഡോൺ വി ടീച്ച്, ഈ ഫോം. നമ്മൾ പഠിപ്പിക്കാറില്ലേ? ആൺ വി ടോൾഡ്, ഇത് ശ്രദ്ധിക്കുക, നമ്മളോട് പറയാറില്ലേ? അല്ലെങ്കിൽ ഞങ്ങളോട് പറയാറില്ലേ? പഴയത് ഡോൺ വി ടെൽ, ഡോൺ വി ടെൽ, ഞങ്ങൾ പറയാറില്ലേ? ആൺ വി ആസ്ക്ഡ്, ഇത് ശ്രദ്ധിക്കണം, ആൺ വി ആസ്ക്ഡ്, ഞങ്ങളോട് ചോദിക്കാറില്ലേ? അങ്ങനെയാണ് ഇത് മലയാളത്തിൽ പറയേണ്ടത്. ആൺ വി ആസ്ക്ഡ്, ഞങ്ങളോട് ചോദിക്കാറില്ലേ? പഴയത് ഡോൺ വി ആസ്ക്, ഡോൺ വി ആസ്ക്, ഞങ്ങൾ ചോദിക്കാറില്ലേ? ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. യു അതുപോലെ ആൻഡ് യു ചോസൺ, നിന്നെ തിരഞ്ഞെടുക്കാറില്ലേ? പഴയത് ഡോണ്ട് യു ചൂസ്, ഡോണ്ട് യു ചൂസ്, നീ തിരഞ്ഞെടുക്കാറില്ലേ? ആൻഡ് യു സെൻഡ്, നിന്നെ അയക്കാറില്ലേ? പഴയത് ഡോണ്ട് യു സെൻഡ്, നീ അയക്കാറില്ലേ? ആൻഡ് യു ഹെൽപ്, നിന്നെ സഹായിക്കാറില്ലേ? പഴയത് ഡോണ്ട് യു ഹെൽപ്, നീ സഹായിക്കാറില്ലേ? ഈ വ്യത്യാസം നമ്മൾ അറിയണം. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ദേ എന്ന് വെച്ചാൽ ആരുമാകാം. മൈ ഫ്രണ്ട്സ്, യുവർ പാരന്റ്സ്, മൈ ടീച്ചേഴ്സ്, ദ സ്റ്റുഡൻസ്. അതിന് പകരമാണ് ദേ വയ്ക്കുന്നത്. ആൻഡ് ദേ ചോസൺ, ആൻഡ് ദേ ചോസൺ, അവരെ തിരഞ്ഞെടുക്കാറില്ലേ? പഴയത് ഡോണ്ട് ദേ ചൂസ്, അവർ തിരഞ്ഞെടുക്കാറില്ലേ? അല്ലെങ്കിൽ ഇവർ തിരഞ്ഞെടുക്കാറില്ലേ? ഡോണ്ട് ദേ ചൂസ്. ആൻഡ് ദേ സെൻഡ്, അവരെ അയക്കാറില്ലേ? പഴയത് ഡോണ്ട് ദേ സെൻഡ്, ഡോണ്ട് ദേ സെൻഡ്, അവർ അയക്കാറില്ലേ? ആൻഡ് ദേ ഹെൽപ്, അവരെ സഹായിക്കാറില്ലേ? പഴയത് ഡോണ്ട് ദേ ഹെൽപ്, അവർ സഹായിക്കാറില്ലേ? ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നേരത്തെ പഠിച്ച അതും
ഇപ്പോൾ പഠിക്കുന്നതും വെച്ച് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. ഈ വാചകം നോക്കാം. ആൻഡ് ദേ ടോൾഡ് ടു ക്ലീൻ ദ റൂം. ആൻഡ് ദേ ടോൾഡ് എന്നതിന്റെ അർത്ഥം അവരോട് പറയാറില്ലേ? നെഗറ്റീവ് ചോദ്യം. എന്ത്? ടു ക്ലീൻ ദ റൂം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടു ക്ലീൻ ദ റൂം, റൂം ക്ലീൻ ചെയ്യാൻ അവരോട് പറയാറില്ലേ? ഈ വാചകത്തിന്റെ ഘടനയൊക്കെ കിട്ടണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ദേ ടോൾഡ് ടു ക്ലീൻ ദ റൂം, റൂം ക്ലീൻ ചെയ്യാൻ അവരോട് പറയാറില്ലേ? ആൻഡ് ദേ ടോൾഡ് ടു ടേക്ക് ബാത്ത് ഡെയിലി. ആൻഡ് ദേ ടോൾഡ് ടു ടേക്ക് ബാത്ത് ഡെയിലി, എല്ലാ ദിവസവും കുളിക്കുവാൻ അവരോട് പറയാറില്ലേ? ഈ രീതിയിൽ വാക്കുകൾ, അർത്ഥമുള്ള വാക്കുകളൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഈ ക്ലാസ്സിൽ ഞങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ടോ ഇങ്ങനെയുള്ള വാചകങ്ങളാണ് നമ്മൾ കണ്ടത്. 4 വാചകങ്ങൾ. ഇന്ന് അവസാനത്തെ വാചകം കണ്ടു. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം മലയാളം പറയണം, മറ്റേയാൾ അതിന്റെ ഇംഗ്ലീഷ്. ഓരോ വാചകവും 10 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യണം. രണ്ടുപേരുണ്ടെങ്കിൽ ബോറടിക്കുകയില്ല, തിരുത്താനും പറ്റും തെറ്റ് പറ്റിയാല്. ഇനി വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കണം. അതുപോലെ പുതിയ വെർബ്സ് പഠിക്കുക, പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണം, അർത്ഥോച്ചാരണമൊക്കെ പഠിക്കണം. ഒത്തിരി വാക്കുകളൊക്കെ അറിയാമെങ്കിൽ നല്ല ധൈര്യത്തോടെ ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ നെറ്റിൽ ലഭ്യമാണ്. അതൊക്കെ എടുത്ത് വായിച്ചു നോക്കുക, മനസ്സിലാകുന്നുണ്ടോ? പുതിയ വാക്കുകളും പഠിക്കാൻ പറ്റും, പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക. അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു. അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്. അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്
ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ്, ഇത് വേറെ രീതി, റോട്ട്, ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 6ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകളുടേത്. ആ 4 ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ 3 ഫോം പഠിച്ചാൽ മതി. പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും വെർബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേപോലെ ഇരിക്കും. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്, അത് മറക്കരുത്. പിന്നെ പ്രസന്റ് ഫോമിന് സിംഗുലറും പ്ലൂറലും ഉണ്ട്. എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗുലർ കിട്ടും, മറ്റേത് പ്ലൂറല്. അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക. അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമാണ്. ലീഡ്, ലെഡ്, ലെഡ്. റീഡ്, റെഡ്, റെഡ്. ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ. പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പെല്ലിംഗ് ഒന്നാണ്, പക്ഷെ ഉച്ചാരണം വ്യത്യാസമുണ്ട്. റീഡ്, റെഡ്, റെഡ് എന്നാണ്. ഫീഡ്, ഫെഡ്, ഫെഡ്. സ്പീഡ്, സ്പെഡ്, സ്പെഡ്. Play, fled, fled. Pay, paid, paid. Lay, laid, laid. Say, said, said. Hear, heard, heard. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇനിയുള്ള വെർബുകള് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മൾ കാണുകയാണ്. അറേഞ്ച്, അറേഞ്ച്ഡ്, അറേഞ്ച്ഡ്. അറ്റാക്ക്, അറ്റാക്ട്, അറ്റാക്ട്. അറ്റംപ്റ്റ്, അറ്റംപ്റ്റഡ്, അറ്റംപ്റ്റഡ്. ബ്രീത്ത്, ബ്രീത്ത്, ബ്രീത്ത്. ക്ലാപ്പ്, ക്ലാപ്ഡ്, ക്ലാപ്ഡ്. ക്യൂർ, ക്യൂർഡ്, ക്യൂർഡ്. Deserved, deserved, deserved. Escape, escaped, escaped. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced. Fool, fooled, fooled. Practice, practiced, practiced. Pull, pulled, pulled. Question, questioned, questioned. Race, raced, raced. Remind, reminded, reminded. Repeat, repeated, repeated. Request, requested, requested. ഓർക്കുക, ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, ഇവ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം. ഓക്കെ.